എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജീൻസിന് പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ്. എ ലൈൻ മോഡലിലുള്ള ടോപ്പാണ്. റൗണ്ട് കോളർ കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ബലൂൺ സ്ലീവ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു റെഫറൻസ് വീഡിയോ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഫോട്ടോ ആണ് നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത്. ആ ഫോട്ടോയിൽ കാണുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് ഹെക്കോബ മെറ്റീരിയൽ ആണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ്. 45 ഇഞ്ച് വിഡ്ത്താണുള്ളത്. 2 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും നമുക്ക് 2 മീറ്റർ വേണം. കാരണം ബലൂൺ സ്ലീവ് കൊടുക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് നിങ്ങളൊരു കുഞ്ഞു സ്ലീവ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ ഒക്കെ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യമേ പറഞ്ഞിരുന്നു 2 മീറ്റർ ആണ് ക്ലോത്ത് എടുത്തതെന്ന്. ഈ 2 മീറ്റർ ക്ലോത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് വൈസ്, വിഡ്ത്ത് വൈസ് അല്ല, ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 60 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 30 ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. 30 ഇഞ്ച് ടോപ്പിന് എടുക്കുന്ന സമയത്ത് സീം അലവൻസ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്കൊരു 28 ഇഞ്ച് ടോപ്പിന് ഇറക്കമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് സീം അലവൻസ് കണക്കാക്കിയിട്ടുള്ള ഇറക്കം വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ബാലൻസ് വന്നിട്ടുള്ള പീസിലാണ് നമ്മൾ സ്ലീവ് ചെയ്യുക. അത് നമുക്ക് മാറ്റി വെക്കാം. കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഇതേപോലെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാക്കി മടക്കുന്ന സമയത്ത് 30 ഇഞ്ച് ലെങ്ത്തും 45 ഇഞ്ച് വിഡ്ത്തുമാണ് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസിലും കട്ടിങ്ങിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഫോൾഡഡ് ആയിട്ടുള്ള പീസ് ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലെ പീസാണ്. ഫ്രണ്ടിലെ പീസിന്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം എനിക്ക് നേരെ പാരലൽ ആയിട്ട് വരത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഉള്ളോട്ടേക്ക് ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ചിന്റെ ബ്രാക്കറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ്. അതായത് ആ ബട്ടന്റെ ഹോൾസ് ഒക്കെ കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചിന്റെ ബ്രാക്കറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 3/4 ഇഞ്ചിന്റെ ബ്രാക്കറ്റ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ക്ലോത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. അപ്പം അതിനെ നമ്മൾ രണ്ടാക്കി മടക്കി ഇടുന്ന സമയത്ത് നമുക്ക് 22.5 ഇഞ്ചാണ് ക്ലോത്തിന് വിഡ്ത്തായിട്ട് കിട്ടുക. അതിൽ നമ്മളിപ്പോൾ 2.5 ഇഞ്ചും ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ബാക്കിലെ പീസ് രണ്ടാക്കി മടക്കിയിട്ട് ഈ ലൈനിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് കുറച്ച് പീസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കും. അപ്പൊ അത്രയും വിഡ്ത്തിന്റെ ആവശ്യം നമുക്കൊരു ഷോർട്ട് ടോപ്പിന് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് എത്രയാണോ നമുക്ക് ഈ ലൈൻ കഴിഞ്ഞിട്ട് ബാക്കി വിഡ്ത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്ത് കണക്കാക്കിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഫ്രണ്ടിലെ പീസിൽ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. ആ 2.5 ഇഞ്ചിൽ നമ്മൾ വരച്ചിട്ടുള്ള ലൈനിന്റെ മുകളിൽ നമ്മൾ ബാക്കിലെ പീസ് അതുപോലെ തന്നെ വെക്കുമ്പോൾ ഒരു 2.5 ഇഞ്ച് ബാക്കിലെ പീസിൽ പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് വരും. അപ്പൊ അത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെന്ററിൽ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതിലും നല്ലത് ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. എന്നാൽ വേസ്റ്റേജും വരില്ല. നമുക്കത് കോളർ ചെയ്യാനൊക്കെ ആ പീസ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസ് നമുക്ക് കോളർ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഈ ലൈനിന്റെ മുകളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 4 ഫോൾഡ് തന്നെയാണ് ഇരിക്കുന്നത്. താഴെ ഇരിക്കുന്ന പീസ്, അതായത് ഫ്രണ്ടിലെ പീസിൽ മാത്രം ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ്. അത് ഓപ്പണിംഗ് ആയിട്ടുള്ള പീസ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നോർമൽ ഷോൾഡർ എന്ന് പറയുന്നത് എന്റെ കേസിൽ 7 ഇഞ്ചാണ്. കോളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോർമൽ ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചോ എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് വരെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ചാണ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. നോർമൽ ഷോൾഡർ എന്ന് പറയുന്നത് 7 ആണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ താഴേക്ക് 3/4 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. സാധാരണ നിങ്ങളൊരു ചുരിദാർ തയ്ക്കുന്ന സമയത്ത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിലും കോളർ വെച്ച് ചെയ്യുന്ന ഡ്രസ്സിൽ നിർബന്ധമായിട്ടും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചുളിവ് വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അത് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ 1 ഇഞ്ചോ അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് കൊടുക്കാം. എങ്ങനെയാണ് ഷോൾഡർ സ്ലോപ്പ് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഷോൾഡർ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ.
3 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. ഈ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത്ന്ന് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എങ്ങനെയാ കിട്ടിയെന്നുള്ളത് പറയാം. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ കൊടുക്കേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് എത്രയാന്നുള്ളത് കിട്ടും. പ്രത്യേകിച്ച് കോളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവ് കൊടുക്കുക കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണോ നമ്മുടെ ആം ഹോൾ ആ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 7 ആണ്, 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 9 ആണ്, അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ആദ്യം ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്കായിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. ശരിക്കും ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ഈ ഒരു സമയത്ത് വരയ്ക്കണ്ട, കാരണം മുകളിൽ ഇരിക്കുന്നത് ബാക്ക് പീസ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പീസിൽ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ കാണിക്കുമ്പോൾ ഇതിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ച് നമ്മൾ മുകളിൽ ലെവൽ ചെയ്തിട്ടുള്ള ആ ലൈനിന് നേരെ താഴേക്കാണ് വരയ്ക്കേണ്ടത്, അല്ലാണ്ട് ഷോൾഡർ സ്ലോപ്പിന്റെ ഭാഗത്തു നിന്നല്ല കേട്ടോ. അപ്പൊ ഇതേപോലെ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് വരെയാണ് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇനി ഹിപ്പ് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് താഴോട്ടേക്ക് മാക്സിമം ലൂസ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോസ് എയർലൈൻ ആയിട്ട് ചെയ്യുന്ന കുർത്തിയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇതൊരു ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടുന്ന് നേരെ താഴേക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് നേരെ താഴെ വരെ നമ്മുടെ ക്ലോത്തിന് നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തത് അവിടെ വരെ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 16 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതേ 16 ഇഞ്ച് തന്നെ നമ്മൾ ഈ ആംഗിൾ ആയിട്ട് വരച്ചിട്ടുള്ള ലൈനിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ലൈനിന്റെ സെന്ററിലേക്ക് ആയതുകൊണ്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത അളവിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിലെ നെക്ക് വരയ്ക്കാം. ഓൾറെഡി 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് ഇറക്കം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 1/4 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തത്. അതേ 1/4 ഇഞ്ച് തന്നെയാണ് ഞാൻ ബാക്കിൽ ഇറക്കം കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് കോളർ ഇരിക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കാം. അതല്ല കുറച്ച് ലൂസ്, കാരണം ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ലൂസ് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് വരെ കൊടുക്കാം. 1ന്റെ മുകളിലേക്ക് കൊടുക്കരുത് ഒരു കാരണവശാലും കേട്ടോ. അതായത് 1/2 ടു 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക, കട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഫ്രണ്ടിലെ നെക്കിന് ഇറക്കമായിട്ട് ഞാൻ 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു 4 ഇഞ്ച് വരെയൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിരുന്നു. ഈ ഒരു ക്ലോത്തിന്റെ ആവശ്യം നമുക്ക് ഇപ്പോഴാണ് വരുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഈ കറക്റ്റ് 2.5 ഇഞ്ചിലൊന്ന് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വരച്ചു വെച്ചിരിക്കുന്ന നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ ഇപ്പൊ ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്നത്, നേരെ അങ്ങ് കട്ട് ചെയ്താൽ പോരെ, ആ ഒരു യു ഷേപ്പ് കണ്ടിന്യൂ ചെയ്താൽ പോരെ. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ആ പ്ലാക്കറ്റ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു യു ഷേപ്പ് അതേപോലെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി പറയണേ. എന്നിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം കട്ട് ചെയ്യാം. കാരണം ആദ്യമേ നമ്മൾ കട്ട് ചെയ്താൽ പിന്നെ ആ ഒരു ക്ലോത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മുകളിലും അതുപോലെ തന്നെ താഴെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. എവിടെയാണ് നമുക്ക് മടക്കി തയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പം ഇരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. അതിന് 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ ആക്കി കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. ഇവിടെ ബലൂൺ സ്ലീവ് ആണ്. അതന്നെ പഫ് ഇല്ലാത്ത മോഡലിൽ വരുന്ന ബലൂൺ സ്ലീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ക്ലോത്തിന്റെ ആവശ്യമില്ല. കറക്റ്റ് സ്ലീവിന് എത്രയാണോ നിങ്ങൾക്ക് ക്ലോത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത് എടുക്കാം. ഞാൻ ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം ഒരു 19 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നോർമൽ ആം ഹോൾ വരയ്ക്കുന്ന പോലെ ആം ഹോൾ വരച്ചു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആകെക്കൂടെ വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്ത് നമ്മുടെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് ചരിച്ചു വരയ്ക്കും. ആ ഒരു മാർക്കിങ് ഈ ബലൂൺ സ്ലീവിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വ്യത്യാസം. എന്നിട്ട് സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക, നിവർത്തിയിടുക, ഫ്രണ്ടിലേക്കുള്ള ഭാഗം ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുക, അവിടെയും ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലും അതുപോലെ തന്നെ താഴത്തും നമ്മൾ ഇതേപോലെ നോച്ച് കൊടുത്തിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി കൊടുക്കുക.
അതിനുശേഷം ഈ 2.5 ഇഞ്ചിൽ ടച്ച് ചെയ്യുന്ന രീതി അവിടെ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലും താഴത്തും നമ്മളൊരു നോച്ചെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നോച്ചിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ മടക്കി കൊടുക്കുക. അതായത് നമുക്കൊരു 1 ഇഞ്ച് തിക്നെസ് കിട്ടുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിന്റെ ഉള്ളിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ബട്ടണൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. 1 ഇഞ്ചിൽ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ കോട്ടന്റെ മെറ്റീരിയലാണ് എടുത്തത്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് ക്യാൻവാസ് പേപ്പർ ഒന്നും ഒട്ടിക്കുന്നില്ല. ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് മുകളിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. താഴേന്ന് സ്റ്റിച്ച് ചെയ്യരുത്, മുകളിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ അതിന്റെ എൻഡിലായിട്ടും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു യു ഷേപ്പ് ഉണ്ടല്ലോ, ആ യു ഷേപ്പ് കറക്റ്റ് ആക്കിയിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഇതിനെ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കുക. ഷോൾഡർ ലൈൻ ഒക്കെ കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് 2 ആക്കി മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് കോളറിന് എത്രയാണ് വിഡ്ത്ത് വേണ്ടതെന്നുള്ളതൊന്ന് മെഷർ ചെയ്തെടുക്കുകയാണ്. ഇൻക്ലൂഡിങ് പ്ലാക്കറ്റ് അടക്കമുള്ള വിഡ്ത്ത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലാക്കറ്റ് കഴിഞ്ഞിട്ടുള്ളതല്ല, പ്ലാക്കറ്റ് അടക്കമാണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഒരു 1-2 പ്രാവശ്യം അളന്ന് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോൾ അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അളക്കാതെ ഈ ക്ലോത്ത് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് കോളർ ചെയ്യുക, റൗണ്ട് കോളർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കോളറിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അത് പോയിട്ട് കാണുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. 10.5 ഇഞ്ച് എന്ന് പറയുന്നത് മടക്കിയിട്ടപ്പോഴുള്ള വിഡ്ത്താണ്. ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വിഡ്ത്തിനേക്കാളും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ വിഡ്ത്തായിട്ട് നമ്മൾ ഒരു 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം. മുകൾ ഭാഗം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡും ഞാൻ ഇതേപോലെ ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ മുകളിലേക്കും താഴേക്കും ഈ ലൈനിന്റെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് മുകളിൽ ലൈനിന്റെ മുകളിലായിട്ട് നമ്മൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഉള്ളോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് വരെ കോളർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആർച്ച് ഷേപ്പ് വരയ്ക്കുക. ജസ്റ്റ് റാൻഡം ആയിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ആർച്ച് ഷേപ്പ്, പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഈ വരച്ചിട്ടുള്ള ആ ലൈനിൽ അതേപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് എടുക്കുന്ന സമയത്ത് ഒരു 1-2 പ്രാവശ്യം അളന്നോളൂ കേട്ടോ. അളവിൽ വേരിയേഷൻസ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 10.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ലൈനിന് ഉള്ളോട്ടേക്ക് ഒരു 1 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരച്ച പ്രകാരം കട്ട് ചെയ്യുക. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ബാക്കി 4 സൈഡിലും അത്യാവശ്യം ക്ലോത്ത് ഉള്ള രീതിയിൽ വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കർവ് ചെയ്ത് വരച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഉള്ളിൽ വരുന്ന ഭാഗമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് കർവ് ചെയ്യാത്ത ഭാഗത്തിന്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1/2 ഇഞ്ചിലുള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് തയ്ക്കുക. ഈ ഉള്ളോട്ട് മടക്കി തയ്ക്കുന്ന സമയത്ത് ഇതാണ് പുറമേക്ക് വരുന്ന ഭാഗം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിവൊന്നും വരാൻ പാടില്ല. വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചുളിവുകളില്ലാതെ മെല്ലെ പതിയെ സമയം എടുത്തിട്ടൊന്ന് ഉള്ളോട്ട് ഇതേപോലെ മടക്കി തയ്ക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര തന്നെ നീളവും വീതിയുള്ള ഒരു പീസ് എടുക്കുക. ആ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ അയൺ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ മടക്കി തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് ക്ലോത്ത്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത്യാവശ്യം കുറച്ച് ക്ലോത്ത് ഉണ്ടാവണം. എല്ലാ ഭാഗത്തും ക്ലോത്ത് ഉണ്ടാവണം, എന്നാൽ ഈ മടക്കി തയ്ച്ച ഭാഗത്ത് കുറച്ച് അത്യാവശ്യം ക്ലോത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കി 3 ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് താഴെ ഇരിക്കുന്ന പീസും മുകളിലുള്ള പീസും കൂടി ക്യാൻവാസ് പേപ്പറിൽ എന്ത് ഷേപ്പാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഷേപ്പ് പ്രകാരം ബാക്കി 3 ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഈ 3 ഭാഗം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി.
ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻവാസ് പേപ്പർ വന്നിരിക്കുന്ന ഭാഗം കറക്റ്റ് നമ്മളെ താഴെ ഇരിക്കുന്ന പീസിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ വേണം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എത്രയാണ് നിങ്ങൾക്ക് തയ്ക്കാൻ ക്ലോത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ വരച്ചിട്ടുള്ള ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ തയ്ച്ചു വെച്ചിരിക്കുന്ന ടോപ്പിന്റെ ചീത്ത ഭാഗമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാൻവാസ് പേപ്പർ ഉള്ള ഭാഗമല്ല, അല്ലാത്ത ഭാഗം ക്ലോത്ത് മാത്രം ഇരിക്കുന്ന ഭാഗം വെച്ചു കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആ ബ്ലാക്കറ്റിന്റെ ആ ലെവലിൽ കറക്റ്റ് ആയിട്ട് ഈ ക്യാൻവാസ് പേപ്പറിന്റെ പീസ് കറക്റ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ലോക്ക് ഇട്ടിട്ട് നമ്മൾ തുടങ്ങുക ചെയ്യുക. എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യേണ്ടത്? നമ്മൾ കൊടുത്തിട്ടുള്ള ആ ലൈനിലൂടെ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ലൈൻ കൊടുത്തത്, ചോക്ക് വെച്ച് അടയാളപ്പെടുത്തിയത്. ആ ലൈനിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലിരിക്കുന്ന ഈ ക്യാൻവാസ് പേപ്പറിന്റെ മുകളിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല. ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ പൊക്കി പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലൈനിൽ മാത്രമേ സ്റ്റിച്ച് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പ് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീം അലവൻസ് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് കൊടുക്കുക. അതായത് സ്റ്റിച്ചിൽ കൊള്ളരുതേ, ചെറുതായിട്ട് ഇതേപോലെ ആ സീം അലവൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിലേക്കൊന്ന് ആ സീം അലവൻസിനെ ഹൈഡ് ചെയ്യുക. എന്നിട്ട് പതിച്ചു വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ മടക്കി തയ്ച്ചൊരു സ്റ്റിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പ്രൊഫഷണൽ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് സ്ലീവിലേക്ക് വരാം. ഇപ്പൊ ഇരിക്കുന്ന സ്ലീവിനെ നമുക്ക് ബലൂൺ സ്ലീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് താഴ്ഭാഗം ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കിയതിന് ശേഷം എത്ര ഇഞ്ചിന്റെ വിടുത്തുള്ള എലാസ്റ്റിക് ആണോ നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലാസ്റ്റിക് കടത്തിയെടുക്കത്തക്ക രീതിയിലുള്ള വിടുത്ത് ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ, അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ നോർമൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് താഴ്ഭാഗം മടക്കി തയ്ക്കുന്ന സെയിം മെത്തേഡാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എടുക്കുന്ന എലാസ്റ്റിക്കിന്റെ തിക്നെസ്, ആ ഒരു വിഡ്ത്ത്, അതായത് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ കടന്നു വരണം, ആ ഒരു തിക്നെസ് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് എങ്ങനെയാണ് എടുക്കണേന്ന് പറയാം. നമ്മൾ എടുത്തിരിക്കുന്ന സ്ലീവിന്റെ ഇറക്കം, നമുക്കറിയാലോ നമ്മൾ എടുത്തിരിക്കുന്ന സ്ലീവിന്റെ ഇറക്കം, ആ ഭാഗത്തുള്ള നമ്മുടെ കൈയിന്റെ വണ്ണം എടുക്കുക. അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവാണ്. ഇതിലേക്ക് ഞാനൊരു 2 ഇഞ്ചും കൂടി ലൂസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അത് എലാസ്റ്റിക് അല്ലേ, പിന്നെ എന്തിനാണ് പിന്നെ ഒരു ലൂസ് കൊടുക്കുന്നത് എന്ന്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ലൂസ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ലൂസ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ അളവ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഗ്യാപ്പിലൂടെ എലാസ്റ്റിക് കടത്തിയെടുക്കുക. 2 സൈഡിലായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ടോപ്പിന്റെ ഷോൾഡർ ലൈനിന്റെ മുകളിലായിട്ട് സ്ലീവിന്റെ സെന്റർ വെച്ച് കൊടുക്കുക. സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. നോർമൽ സ്ലീവ് ആണ്, കാരണം മുകൾ ഭാഗത്ത് പഫില്ല, അതുകൊണ്ട് നോർമൽ ആയിട്ട് തയ്ക്കുന്ന പോലെ തയ്ച്ചാൽ മതി. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും തയ്ച്ചെടുക്കുക. ഇതേപോലെ ഞാൻ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ, ഈ ഒരു ടോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ സാധാരണ ഷർട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ ബട്ടൺ കൊടുക്കുകയല്ല, ഷോ ബട്ടൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കോളർ കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഓപ്പണിങ് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഞാൻ ക്ലോസ് ചെയ്യാണ്. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാണ്. അതുപോലെ തന്നെ താഴത്തുനിന്നും ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം താഴ്ഭാഗം കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഷർട്ട് ആണെന്ന് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതേപോലെ താഴത്തും ഞാൻ ഇതേപോലെ 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. മുകളിലും ഇതേപോലെ 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് കുറച്ച് ഓവറാണ് ആ ഓപ്പണിംഗ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് നമ്മൾ ബ്ലൗസിലൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ഹൂക്ക് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഞാൻ ഷോ ബട്ടൺ കൊടുക്കുകയാണ്. ബട്ടൺ തയ്ച്ചെടുക്കാൻ മടിച്ചിട്ടാണ്. നിങ്ങൾ നോർമൽ ബട്ടൺ കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഷർട്ടിലൊക്കെ കൊടുക്കുന്ന പോലെ ബട്ടൺ കൊടുത്താൽ മതി. ഇനി സൈഡും കൂടി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയാം. ഓൾറെഡി നമ്മൾ സ്ലീവ് ഇതേപോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലീവിന്റെ ഭാഗത്ത് ഓവർ സീം അലവൻസ് കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ സൈഡിൽ, നമ്മുടെ ചെസ്റ്റ് അളവ്, വേസ്റ്റിന്റെ അളവ്, അവിടെയൊക്കെ നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് ആ അളവ് പ്രകാരം വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്ലീവിന്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഓവർ സീം അലവൻസ് ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസിലേക്ക് ലയിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് പറയില്ലേ, അതായത് ആ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ലയിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക. ബാക്കി നമ്മുടെ സൈഡിലുള്ള അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. വേസ്റ്റിന്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടേക്ക്
ഇതേപോലെ തന്നെ ഓവർ സീം അലവൻസ് വെക്കേണ്ട, മാക്സിമം ലൂസ് കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി തയ്ക്കുക. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതാണ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. റൗണ്ട് കോളർ കൊടുത്തിട്ടുണ്ട്. ബലൂൺ സ്ലീവ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് കോളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.